നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി DCC പ്രസിഡന്റ് VS ജോയി മത്സരിക്കുമെന്ന കാര്യം ഏറെക്കുറെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ അനൗപചാരികമായ തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുത്തു കഴിഞ്ഞു. ഇനി അത് UDF ഉന്നതാധികാര യോഗത്തിൽ വെച്ച് അംഗീകരിച്ചാൽ VS ജോയി നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയായി എത്തും. എന്നാൽ നേരത്തെ കേട്ടിരുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് പതിയെ പിന്നണിയിലേക്ക് പോവുകയാണ്. ആര്യാടൻ ഷൗക്കത്തിന്റെ കുടുംബ സീറ്റാണ് ഒരർത്ഥത്തിൽ നിലമ്പൂർ. ആര്യാടൻ മുഹമ്മദ് ഏതാണ്ട് 30 വർഷത്തോളം കൈവശം വച്ചിരുന്ന നിലമ്പൂർ സീറ്റ് പിന്നീട് ആര്യാടൻ ഷൗക്കത്തിന് മകന് കൈമാറിയപ്പോൾ അവിടെ പരാജയം വീഴിക്കേണ്ടി വന്നു. എന്നാൽ PV അൻവർ CPM-നോടൊക്കെ UDF പക്ഷത്തേക്ക് ചായ്ഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ മുന്നോട്ട് വെച്ച പേര് VS ജോയിയുടേതായിരുന്നു. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് പിണറായിക്കെതിരെ പടക്കിറങ്ങിയപ്പോൾ അദ്ദേഹം UDF നേതൃത്വത്തിനോട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ: തനിക്ക് പകരം നിലമ്പൂരിൽ VS ജോയിയെ സ്ഥാനാർത്ഥിയായി നിർത്തണം. ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നിലമ്പൂരിൽ ആര് ജയിക്കണമെങ്കിലും PV അൻവറിന്റെ പിന്തുണ അനിവാര്യമാണ്. അത് മനസ്സിലാക്കിയ UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം VS ജോയിയെ തന്നെ സ്ഥാനാർത്ഥിയായി അനൗപചാരികമായി തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും ആര്യാടൻ ഷൗക്കത്ത് ഇനി എന്ത് ചെയ്യുമെന്ന് ആർക്കും അത്ര പിടിയില്ല. ഒരുപക്ഷെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി CPM സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചേക്കാം എന്നുള്ള വർത്തമാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ ബന്ധപ്പെട്ടപ്പോൾ, മാധ്യമപ്രവർത്തകർ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഇക്കാര്യത്തെ പറ്റി മനസ്സ് തുറന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലമ്പൂരിൽ ഒരു തീമാറുന്ന പോരാട്ടം ഉറപ്പായി കഴിഞ്ഞു. CPM ഇതുവരെ അവരുടെ സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ M സ്വരാജിന് മണ്ഡലത്തിന്റെ ചുമതല നൽകിയിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ചുമതലയാണ് M സ്വരാജിന് നൽകിയിരിക്കുന്നത്. ചിലപ്പോൾ M സ്വരാജിനെ തന്നെ CPM സ്ഥാനാർത്ഥിയായി നിർത്തിയേക്കാം എന്നുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ചില സ്വതന്ത്രരായ ആളുകളുടെ പേരിൽ ചില ആളുകളെ സ്വതന്ത്രരായി അവതരിപ്പിക്കാനുള്ള നീക്കവും CPM-ന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ അനൗപചാരികമായി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ്. CPM ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അവിടെ BJP-ക്ക് ഏതാണ്ട് 10,000 വോട്ടുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിൽ BJP-ക്ക് 10,000-ഓളം വോട്ടുണ്ടെന്നുള്ളതാണ് കണക്ക്. ആ വോട്ട് എങ്ങോട്ട് തിരിയുമെന്നുള്ള കാര്യവും നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വെള്ളാപ്പള്ളി നടേശന്റെ വിവാദമായ മലപ്പുറത്തെ കുറിച്ചുള്ള പ്രസ്താവന വന്നത് നിലമ്പൂരിൽ നിന്നാണ്. അതേതായാലും അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല. ഇടതുമുന്നണിക്ക് ഒരു പ്രയോജനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം അവിടെ പോയി അത് അടിച്ചതാണെന്നാണ് പലപ്പോഴും അത് SNDP-യിൽ തന്നെയുള്ള അദ്ദേഹത്തിന്റെ എതിരാളികൾ പറയുന്നത്. ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് വെള്ളാപ്പള്ളി മലപ്പുറം ജില്ലയെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതെന്ന് CPM-കാരും കോൺഗ്രസ്സുകാരും ഒക്കെ പറയുന്നുണ്ട്. ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇനി അടുത്ത ആഴ്ച അതിന്റെ തീയതി പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ VS ജോയിയെ സ്ഥാനാർത്ഥിയായിട്ട് മുന്നേറിച്ചു വയ്ക്കാൻ കോൺഗ്രസിന് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഗണ്യമായ ഒരു ക്രൈസ്തവ വിഭാഗം വോട്ടുകൾ പണ്ട് ആര്യാടന് നിരന്തരം കിട്ടിക്കൊണ്ടിരുന്ന ക്രൈസ്തവ വോട്ടുകൾ തന്നെ VS ജോയിക്ക് കിട്ടും. എന്നാൽ മുസ്ലിം വോട്ടുകൾ എങ്ങോട്ട് തിരിയുമെന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയങ്ങളുണ്ട്. കാര്യം ആര്യാടൻ ഷൗക്കത്ത് പക്ഷേ ഇതിനെതിരെ പ്രതിഷേധിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി CPM സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ നിന്ന് മത്സരിച്ചാൽ എങ്ങനെയായിരിക്കും മുസ്ലിം വോട്ടുകളുടെ വേർതിരിവ്, അല്ലെങ്കിൽ എങ്ങനെയാണ് മുസ്ലിം വോട്ടുകൾ തരംതിരിഞ്ഞു പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM കോൺഗ്രസുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ്. കോൺഗ്രസിന് വലിയ വിജയപ്രതീക്ഷയാണ്. മറ്റ് 2-3 ഉപതെരഞ്ഞെടുപ്പുകളെ പോലെ, പുതുപ്പള്ളി, തൃക്കാക്കര, പാലക്കാട് തുടങ്ങിയ 3 ഉപതെരഞ്ഞെടുപ്പുകളെയും പോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. കാരണം PV അൻവർ തങ്ങളെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ VS ജോയി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് നീങ്ങുകയാണ്.